എല്ലാവർക്കും കിങ്ങിണീസ് വ്ലോഗിലോട്ട് സ്വാഗതം. എന്നും പറയണ പോലെ തന്നെ ഞാൻ പറയുകയാണ്, എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് കുറവാണ് കേട്ടോ എനിക്ക്. അത് കാരണം എൻ്റെ മനസ്സിന് വല്ലാത്ത വിഷമമുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സബ്സ്ക്രൈബ് എങ്കിലും ചെയ്യണേ, ഒരു കമൻ്റ് അടിക്കണം. ഇന്ന് ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ, ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ വന്നത്. കാരണം സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് പുറത്ത് പറയാൻ പറ്റാതെ അവരുടെ വീടുകളിൻ്റെ അകത്ത് ഒതുങ്ങിക്കൂടി അവരുടെ സങ്കടങ്ങളും അവരുടെ വിഷമങ്ങളും അവരുടെ പ്രയാസങ്ങളും എല്ലാം മോഹങ്ങളും ഉള്ളിൽ ഒതുക്കി വെച്ച് അവർ വീടിൻ്റെ അകത്തിരുന്ന് കരയുന്ന ഒത്തിരി സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും പെടാട്ടോ. കാരണം വേറൊന്നും കൂടിയിട്ടല്ല, ചില സ്ത്രീകൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുണ്ടാവാം അറിവ്, ചില സ്ത്രീകൾക്ക് തൊഴിൽപരമായിട്ടുണ്ടാവാം അറിവ്. ഈ രണ്ട് അറിവുകൾ വെച്ച് ആ സ്ത്രീകൾ പുറം ലോകം കാണാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ വീടിൻ്റെ അകത്തുള്ള ഒരുപക്ഷെ അവരുടെ ഭർത്താക്കന്മാരാവാം, ചിലപ്പോൾ മക്കളാകാം, പറയും വേണ്ട, നിങ്ങൾ ജോലിക്ക് പോകണ്ട, ഒന്നിലെ മാതാവ് ജോലിക്ക് പുറത്ത് പോവണ്ട എന്ന് പറഞ്ഞ് അവർ ആ വീടിൻ്റെ അകത്ത് തളച്ചിടും. ഞങ്ങൾ പോണില്ലേ, ഞങ്ങൾ സംരക്ഷിക്കണില്ലേ എന്ന് പറയും. ഒരു രൂപക്ക് വേണ്ടി അവരുടെ അടുത്ത് ഈ അമ്മമാര് അല്ലെങ്കിൽ ഈ ഉമ്മമാര് കൈ നീട്ടുമ്പോൾ അവർ പറയണത് എന്താന്ന് വെച്ചാൽ, എന്തിനാ ഇപ്പൊ പൈസയുടെ ആവശ്യം എന്ന് ചോദിക്കും. അങ്ങനത്തെ മക്കളുണ്ടാവാം, ഭർത്താക്കന്മാരുണ്ടാവാം. അപ്പൊ ഇവരെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള സ്ത്രീകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ, അവരുടെ ഭർത്താക്കന്മാർ ഇത് കേൾക്കണുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് മോഹങ്ങളുണ്ടോ, നിങ്ങൾക്ക് പുറം ലോകം കാണണോ, അല്ലെങ്കിൽ തൊഴിൽ ചെയ്യണോ, നിനക്ക് ജോലിക്ക് പോകണോ എന്ന് ചോദിച്ച് അവരെ സന്തോഷിപ്പിച്ച്, ഈ കാലഘട്ടത്തിൽ ഒത്തിരി പുരോഗമനമുള്ള നമ്മളുടെ ഈ രാജ്യത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരായിട്ട് സംസാരിച്ച് മിങ്കിൾ ചെയ്ത് അവരെ പുറം ലോകം കാണിച്ച് അവർക്ക് സന്തോഷം കൊടുക്കുക. ഒരുപക്ഷെ നമ്മൾ പിന്നീട് ഒരു അവസരത്തിൽ നമ്മൾ ദുഃഖിക്കാൻ ഇടവരരുത്. കാരണം അവർക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി യാചിക്കും, സങ്കടപ്പെട്ടിരിക്കുന്ന സ്ത്രീകളുണ്ട് ഓരോ കുടുംബത്തിലും. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, എനിക്ക് വേണ്ടി ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് എൻ്റെയും കൂടി ഉൾപ്പെട്ട ഒരു കഥയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒരു ലൈക്ക് അടിക്കണേ, എന്നെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നേ. എന്നാലാണ് എനിക്ക് വീണ്ടും വീണ്ടും ഇതുപോലത്തെ കാര്യങ്ങൾ ഇനിയും പറയാനായിട്ട് പ്രചോദനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. ഓക്കെ.